നമസ്കാരം. ഒരു പർവ്വതനിര, പക്ഷെ അത് വെറും പാറക്കെട്ടല്ല, ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു ആണവ രഹസ്യം. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ പോലും ആക്രമിക്കാൻ മടിക്കുന്ന ഒരു ഭൂഗർഭ കോട്ട. ആ കോട്ടയുടെ പേരാണ് പിക്കാക്സ് മൗണ്ടൻ. ഇന്ന് ലോകം ഭയത്തോടെ നോക്കിക്കാണുന്നത് ഒരു സാധാരണ സൈനിക ലക്ഷ്യത്തെയല്ല, ഒരു തെറ്റായ തീരുമാനം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും നയിച്ചേക്കാവുന്ന അതിഭീകരമായ ആണവ സംഘർഷത്തിന്റെ സാധ്യതയാണ്. ഇറാന്റെ അതീവ സുരക്ഷിതമായ ഈ ഭൂഗർഭ ആണവ കേന്ദ്രം തകർക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ തീ ആളിക്കത്തിച്ചിരിക്കുകയാണ്. പർവ്വതത്തിന്റെ നൂറുകണക്കിനടി ആഴത്തിൽ നിർമ്മിച്ചതായി കരുതുന്ന ഈ കേന്ദ്രം സാധാരണ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാനാകാത്ത വിധം ശക്തമാണെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് ഒരു ആക്രമണം നടന്നാൽ അതൊരു സൈനിക നടപടി മാത്രമാകില്ല. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തോതിലുള്ള പ്രത്യാക്രമണങ്ങൾക്കും ആണവ വ്യാപന ഭീതിക്കും വഴിയൊരുക്കുന്ന നിർണായക വഴിത്തിരിവായി അത് മാറാൻ സാധ്യതയുണ്ട്. ഒരു പർവ്വതം തകർക്കാനുള്ള ശ്രമം, പക്ഷേ അതൊരു മേഖലയല്ല, ലോകരാഷ്ട്രീയത്തിന്റെ മുഴുവൻ അടിത്തറയെയും കുലുക്കിയേക്കാവുന്ന നീക്കമായി മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തെ വേട്ടയാടുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ US ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമിച്ച നതാൻസ് ആണവ നിലയത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവ നിലയമാണ് പിക്കാക്സ് മൗണ്ടൻ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. രഹസ്യ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമോ അല്ലെങ്കിൽ ആയുധ നിലവാരത്തിനടുത്തുള്ള യുറേനിയം സൂക്ഷിക്കുന്നതിനുള്ള രഹസ്യ കേന്ദ്രമോ ആണിത് എന്നാണ് വിലയിരുത്തൽ. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമാണെന്ന ഉപഗ്രഹ ചിത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനോ അല്ലെങ്കിൽ അവ സംഭരിക്കാനോ ഈ രഹസ്യ കേന്ദ്രം ഉപയോഗിക്കുന്നുണ്ടാകാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയരുകയാണ്. തിങ്കളാഴ്ച ദി ഹഗ് ഹേബിറ്റ് ഷോയിൽ നൽകിയ അഭിമുഖത്തിനിടയിലാണ് ട്രംപ് പിക്കാക്സ് മൗണ്ടനെ ലക്ഷ്യമിടുന്നതിനെ കുറിച്ച് സൂചന നൽകിയത്. ഞങ്ങൾ പിക്കാക്സ് മൗണ്ടൻ ഇല്ലാതാക്കാൻ പോവുകയാണ്, ഇറാനികളോട് തയ്യാറായിരിക്കാൻ പറയൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അവിടെ നിലവിലെ പ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ല എന്നും, എന്നാൽ ഇറാൻ ആണവ സാഹചര്യം മോശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം നടന്ന US ആക്രമണങ്ങളെ ഈ കേന്ദ്രം അതിജീവിച്ചിരുന്നു. ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 330 അടി ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ തുരങ്ക സമുച്ചയം അമേരിക്കൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ സാധിക്കാത്തത്ര സുരക്ഷിതമാണെന്ന് US ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏകദേശം 200 അടി പാറയ്ക്കും മണ്ണിനും അല്ലെങ്കിൽ 20 അടി ഉറപ്പുള്ള കോൺക്രീറ്റിനും അപ്പുറം തുളച്ചു കയറാൻ നിലവിലെ ആയുധങ്ങൾക്ക് കഴിയില്ല എന്നും ഈ ഭൂഗർഭ ഹാളുകൾ അതിനേക്കാൾ ആഴത്തിലാണെന്നും വിദഗ്ധർ കണക്കാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ US ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തുവെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലും പിക്കാക്സ് മൗണ്ടൻ നിരീക്ഷണത്തിലായിരുന്നു. 2025 സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ അതീവ രഹസ്യ കേന്ദ്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട് എന്നാണ്. 2020 മുതൽ ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ഖനനം നടക്കുന്നുണ്ട്. അട്ടിമറിയിലൂടെ നശിപ്പിക്കപ്പെട്ട സെൻട്രിഫ്യൂജ് അസംബ്ലി സൗകര്യത്തിന് പകരം പുതിയൊരെണ്ണം നിർമ്മിക്കുകയാണ് എന്നാണ് ഇറാൻ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ തുരങ്കങ്ങളുടെ വലിപ്പവും ആഴവും കണക്കിലെടുത്ത് ഇതൊരു രഹസ്യ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റോ അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കാനുള്ള സുരക്ഷിത കേന്ദ്രമോ ആകാമെന്ന് വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇതുവരെ ഈ കേന്ദ്രം പരിശോധിച്ചിട്ടില്ല. ഭൂനിരപ്പിൽ നിന്ന് 260 മുതൽ 330 അടി വരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ചില അറകൾ ഇറാന്റെ ഫോർഡോ കേന്ദ്രത്തെക്കാൾ ആഴത്തിലുള്ളതും US ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് അപ്രാപ്യവുമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ജൂണിലെ ആക്രമണത്തിന് ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ സുരക്ഷാ മതിലുകൾ വിപുലീകരിച്ചതായും തുരങ്ക കവാടങ്ങൾ ശക്തിപ്പെടുത്തിയതായും പുതിയ മണ്ണുകൂനകളും യന്ത്രങ്ങളും അവിടെ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്നതിന് തെളിവല്ല എന്നും, മറിച്ച് തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങളെ ഭാവിയിലെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശ്രമമാകാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇത്തരം രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റപ്പെടുമോ എന്ന ആശങ്കയും വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. പിക്കാക്സ് മൗണ്ടനെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ നീക്കവും ഇനി ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമല്ല, ലോകത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും നിർണ്ണയിക്കുന്ന അതീവ നിർണായക സംഭവ വികാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ പർവ്വതനിരയിൽ നിന്ന് ഉയരുന്ന ഓരോ വാർത്തയും ലോകത്തിന്റെ ഭാവിയെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാകുമെന്നത് അതിശയോക്തിയല്ല.